20 വയസ്സുള്ള കലാകാരിയാണ്, എഴുത്തുകാരിയും കവിയുമാണ് നന്ദിത. ആമസോൺ കിൻഡിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന സോൾ ദി മീ ഇൻസൈഡ് ഓഫ് മീ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് നന്ദിത. ഒരു ഗ്ലാസ് പെയിന്റിംഗ് കലാകാരി കൂടിയായ നന്ദിതയ്ക്ക് നിരവധി അവാർഡുകൾ സമ്മാനിച്ചിട്ടുണ്ട്. എന്താ ഇത്, അഭിമാനത്തിന്റെ മുഹൂർത്തം എന്നല്ലാതെ എന്താ പറയുക. ആമസോണിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന പുസ്തകം എന്ന രീതിയിലും ഒരു മിടുമിടുക്കി ഇന്ന് ഈ വേദിയിൽ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ തീർച്ചയായും റീഡബിലിറ്റി എന്ന സ്ഥാപനത്തിലൂടെ അക്ഷരങ്ങളുടെ ലോകത്ത് തീർച്ചയായും നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന നിരവധി സൃഷ്ടികൾ ഉണ്ടാകട്ടെ. എന്തായാലും നന്ദിതയുടെ പേനയുടെ അറ്റത്തൊരു ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ആ ക്യാമറയിലൂടെ കാണുന്ന കാഴ്ചകളാണ് നന്ദിത കഥാപാത്രങ്ങളാക്കി നല്ല സൃഷ്ടികൾ സമ്മാനിച്ചിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ആ ക്യാമറ കണ്ണുകൾക്ക് നന്ദി അറിയിക്കുന്നു. നന്ദിതയ്ക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുന്നു. നല്ലൊരു കൈയടി നന്ദിതയ്ക്ക് കൊടുക്കുമ്പോൾ ഇതാ നന്ദിത ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരികയാണ് ഈ വേദിയിലേക്ക്. സന്തോഷം, കൺഗ്രാറ്റ്സ് നന്ദിത. നന്ദിതയ്ക്ക് ഇന്ന് അവാർഡ് പുരസ്കാരം നൽകുന്നതിന് വേണ്ടി ജിജി സാറിനെ ഞാൻ ആദരവോടെ ക്ഷണിക്കുന്നു. മറ്റെല്ലാ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സന്തോഷവും ആഹ്ലാദം നിറയുന്ന ഈ മുഹൂർത്തത്തിലാണ് നമ്മുടെ മിടുക്കിയായ നന്ദിതയ്ക്ക് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. നന്ദിതക്കുട്ടി എഴുതിയ 2 ബുക്ക് ഇന്ന് ലൈബ്രറിക്ക് കൊടുക്കുന്നു അല്ലേ? എന്താ മോളെ പറഞ്ഞോളൂ. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. യെസ്, എഴുതിയ ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ പ്രകാശനം നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത ബുക്കാണ്. 2 ബുക്ക് ലൈബ്രറിയിലേക്ക് സമ്മാനിക്കുന്നു. താങ്ക് യു, സന്തോഷം, മിടുക്കി. സാർ, പുസ്തകത്തിന്റെ പേര് എന്റെ പൂക്കളും നീയും എന്നാണ് കാവ്യാത്മകമായ വരികൾ എഴുതിയിരിക്കുന്നത്. എന്താ അമ്മ പറഞ്ഞ്? ഇംഗ്ലീഷിലേക്ക് മോള് ട്രാൻസ്ലേറ്റ് ചെയ്തത്. മലയാളം കഥാപുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. വെരി ഗുഡ് മോളെ, ഇതൊരു തുടക്കമാവട്ടെ. ഇന്നത്തെ റീഡബിലിറ്റിയിൽ ഞങ്ങൾക്ക് കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് തീർച്ചയായിട്ടും ആശംസിക്കുന്നു കേട്ടോ. കൺഗ്രാറ്റ്സ് വൺസ് അഗൈൻ. താങ്ക് യു. മലയാള ഭാഷയുടെ ആദ്യ അക്ഷരമായാണ്, ഏറ്റവും ഒടുവിലെ അക്ഷരം റായാണ്. ഇത് രണ്ടും ചേർത്ത് വായിച്ചാൽ അറ. മലയാളിക്ക് മാത്രം സ്വന്തമായുള്ള സംസ്കാര സവിശേഷതയാണ് അറപ്പുര അല്ലേ? അങ്ങനെയുള്ള അറപ്പുരയിലാണ് ശ്രേഷ്ഠ ഭാഷയായ താളിയോലയും ഒക്കെ തന്നെ ഉള്ളത്. നന്ദി പോലെയുള്ള ഭാഷയെ സ്നേഹിക്കുന്നവർ നല്ല വാക്കുകളിലൂടെ കാവ്യസാഗരം തൂലികത്തുമ്പല വഹിക്കുന്ന കവിതകളും കഥകളും ഒക്കെ തന്നെ ഉണ്ടാകട്ടെ എന്ന് തീർച്ചയായിട്ടും ആശംസിക്കുന്നു. ഈ മോളുടെ ഒരു ചിരിമതി ഇന്നത്തെ ദിവസം ധന്യമാക്കാൻ. സന്തോഷമായില്ലേ നന്ദിത? സന്തോഷമായി. അമ്മയ്ക്കും സന്തോഷമായി. അമ്മയല്ലേ കൂടെ? അമ്മയ്ക്ക് സങ്കടവും വന്നു, സ്വാഭാവികം. സാരമില്ല അമ്മ, ഞങ്ങൾക്കും സന്തോഷമുണ്ട് കേട്ടോ. ഈ ഒരു ആനന്ദാശ്രമാണ്, ആനന്ദ ലഹരിയാണ് തീർച്ചയായിട്ടും ജീവിതത്തിന്റെ സൗന്ദര്യ ലഹരി എന്ന് പറയാതെ വയ്യ അല്ലേ? വളരെ സന്തോഷം. നമ്മൾ രംഗനാഥിന് താഴെ വെച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തു, ജോലി കിട്ടി. രംഗനാഥിനോട് നിങ്ങളൊക്കെ ചെലവ് ചെയ്യാൻ പറയണം കേട്ടോ, അടുത്ത മാസം ആകുമ്പോ ശമ്പളം കിട്ടുന്ന സമയത്ത്. വേദിയിലെടുത്തതായി നമ്മൾ ആദരിക്കുന്നു ഹരിഗോവിന്ദ് ജി. ഹരിഗോവിന്ദ്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചിയിൽ സംഘടിപ്പിച്ച ഭിന്നശേഷിക്കാർക്കായുള്ള കലാസംഗമത്തിൽ 300 എൻട്രികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 27 പേരിൽ ഒരാളാണ് ആരാ? ഹരിഗോവിന്ദ്. ഈ ഹരിഗോവിന്ദിനെയാണ് ഈ വേദിയിൽ ഇന്ന് ആദരിക്കുന്നത്. നമ്മുടെ ഡിഫറന്റ് ആർട്സ് സെന്ററിലെ ഉപകരണ സംഗീത പരിശീലന കളരിയിലെ താരമാണ് ഹരിഗോവിന്ദ്. കലാസംഗം വേദിയിൽ താരമായ ഹരിഗോവിന്ദിന് ഡിഫറന്റ് ആർട്സ് സെന്ററിന് ആദരം സമ്മാനിക്കുന്നു. നമ്മുടെ ഹരിഗോവിന്ദിന് ഇതാ ദിവ്യ മാം ഉപഹാരം സമ്മാനിക്കുന്നു. ഹരി മിടുക, കൺഗ്രാറ്റ്സ്.
ഹരിഗോവിന്ദ്, ഹരിക്കുട്ട, ഇനിയും ഇതേപോലെ തന്നെ പെർഫോം ചെയ്യാനായിട്ട് ഹരിക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പതുക്കെ 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 ഹരി സന്തോഷത്തോടെ ഈ വേദിയെ ധന്യമാക്കിയത് നന്ദി. വേദിയിലെടുത്തതായി നിരവധി ഇന്ത്യൻ ഭാഷകളും ജർമ്മൻ, ഫ്രഞ്ച്, അറബിക് തുടങ്ങിയ വിദേശ ഭാഷകളും അനായാസം എഴുതാനും വായിക്കാനും കഴിയുന്ന ഒരു അതുല്യ പ്രതിഭ ഇവിടെ ഉണ്ട്. ഈ പ്രതിഭയുടെ പേരാണ് വരുൺ രവീന്ദ്രൻ. വരുൺ രവീന്ദ്രൻ മിടുമിടുക്കുന്ന വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദിനേശൻ സാറിനെ ക്ഷണിക്കുകയാണ് പുരസ്കാരം സമ്മാനിക്കാൻ വേണ്ടി. വരുൺ, പുരസ്കാരം ഏറ്റുവാങ്ങൂ. വെൽക്കം, കൺഗ്രാറ്റ്സ്. ഈ വരുൺ രവീന്ദ്രന് വേറൊരു പ്രത്യേകതയുണ്ട്. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി, ഇത് ലളിതാ സഹസ്രനാമം. ഇത് തെലുങ്കിലേക്ക് വിവർത്തനം ചെയ്ത മിടുക്കനാണ് ഈ വരുൺ എന്ന് മാത്രമല്ല, ഹീസ് വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇനി എന്തൊക്കെ വിമർത്തനം ചെയ്യാനിരിക്കുന്നു മിടുക്ക, സൂക്ഷിച്ച്. എന്തായാലും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലെ ലിംഗ്വിസ്റ്റിക് ഡോക്ടർ മേരിക്കുട്ടിയാണ് വരുണിനെ പരിശീലിപ്പിക്കുന്നത്. മേരിക്കുട്ടി മാം ഒന്ന് കൈ വെക്കണേ, വന്നിട്ടില്ല അല്ലേ? മാമിന് നല്ലൊരു കൈഡി കൊടുത്തോളൂ ഈ ഒരു പരിശീലനം സമ്മാനിപ്പിക്കുന്നില്ല. ആദ്യമായി ജോലി കിട്ടിയ സന്തോഷത്തിന് പുറകെയാണ് ഇത് അപ്പോയിന്റ് ലെറ്റർ പുറകെ ഫലം കൂടി സമ്മാനമായിട്ട് സമ്മാനിക്കുന്നത്. രംഗനാഥ് ജീവിതത്തിൽ എത്രയോ രംഗങ്ങൾ ആഴ്ത്തിമറിക്കുന്ന ലൈബ്രറിയാണ് കഥാപാത്രങ്ങളുടെ അല്ലേ? അവിടുത്തെ രംഗനാഥനായി ലൈബ്രറിയായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. മിടുക്കൻ. താങ്ക് യു സാർ.